പ്രിയപ്പെട്ട ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കളെ ആശീർവദിക്കുന്നു. ഈശോ, ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈശോ അങ്ങയുടെ തിരുമുറുവാന്ന് വലതുകരം കൊണ്ട് ഇപ്പോഴവരെ തൊടണം. ഈശോയെ, ഞാൻ 39 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ അവരെ തൊടണം. കൃപാസനത്തിൽ അണമുറിയാതെ നടക്കുന്ന ഉടമ്പടി ആരാധനകളുടെ ശക്തിയാൽ അവരെ കർത്താവിൻ്റെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ. എൻ്റെ മക്കളെ, ജോലിയില്ലാത്തവർ, വീട്ടിൽ സമാധാനം ഇല്ലാത്തവർ, വീട് വെക്കാൻ പറ്റാത്തവർ, അതിനുള്ള സാമ്പത്തികം ഒരുങ്ങി കിട്ടാത്തവർ, ആരും സഹായിക്കാനില്ലാത്തവർ, കൊടിയ രോഗങ്ങളും
കുടുംബ ബാധ്യതകളും ആൺമക്കൾക്കും പെൺമക്കൾക്കും വിവാഹ തടസ്സങ്ങളുള്ളവർ എങ്ങനെ ജീവിക്കും കർത്താവേ, എങ്ങനെയൊക്കെ ഇത് അവസാനിക്കുക, എൻ്റെ കണ്ണടയിൽ മുമ്പ് ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടായാൽ മതി എന്ന് ദീർഘനിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ കാണുന്നുണ്ട് ഈശോയെ. അവിടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അടിയറ വെക്കുന്ന ഈശോയെ, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിവുകേട് തന്നെയാണ്. ഞങ്ങൾ ആശ്രയിക്കുന്നത് നിൻ്റെ കൃപയിലാണ്, ഞങ്ങളുടെ കഴിവിലല്ല. ദൈവമേ, ഇപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ, 5 ലക്ഷത്തോളം മനുഷ്യർ പങ്കെടുത്ത് പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജപമാലയില്ല ഈശോയെ. അതെല്ലാം ഏതെങ്കിലും തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഈ പ്രാർത്ഥന കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയാണ്. അവരെ ഈ പ്രാർത്ഥന കൊണ്ട് നീ വീണ്ടെടുക്കണം കർത്താവേ. പ്രത്യേകിച്ച് ആരും സഹായിക്കാനില്ലാത്തവർ, സഹായിക്കാനുണ്ടെങ്കിലും അവിടെ കാര്യങ്ങളൊന്നും നീങ്ങാത്തവരുണ്ട് ഈശോ. ജീവിതം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നവരുണ്ട് ഈശോ. ഭയങ്കര ഹെവി ആയിട്ട് മഴ പെയ്യുമ്പോൾ വളർച്ച മുറ്റും മുരടിച്ച് നിൽക്കുന്ന ചെടികളെപ്പോലെ ദുഃഖങ്ങളാധികം കാരണം ഒരു വളർച്ചയില്ലാത്ത നിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലത് കരത്താൽ അടിപ്പിണർ പോലെ ഇപ്പോഴ് ഈശോ തൊരട്ടെ. പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. അമ്മേ, ഈ പ്രാർത്ഥന കൊണ്ട് തന്നെ സാക്ഷ്യം പറയാൻ അങ്ങനെ മക്കൾക്ക് സാധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോഴേ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ദൈവം ഒന്ന് വിചാരിച്ചാൽ നാം രക്ഷപ്പെടും. പക്ഷെ ദൈവം വിചാരിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് വിചാരിപ്പിക്കണം. അതിന് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടണം നമ്മൾ. ഇപ്പം ഒരു ശതാധിപനില്ലേ, അയാൾ വില്ലനാണ്. ബൈബിളിൽ എക്കാലത്തെയും ചർച്ചാ വിഷയമായ ഒരു മനുഷ്യനാണ് ഈ റോമൻ സെഞ്ചുറിയൻ. അയാളെ കർത്താവിനെ കുറിച്ചുള്ള അസസ്മെൻ്റ് കേട്ടാൽ, അങ്ങ് എൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ലെന്ന്. ദൈവത്തെക്കുറിച്ച് അറിയുമ്പോഴും അദ്ദേഹം സ്വയം അറിയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്തിനാണ്? നമ്മൾ സ്വയം അറിയാൻ വേണ്ടിയാണ്. അതാണ് ശതാധിപൻ നമുക്ക് നൽകുന്ന പാഠം. മത്തായി 8:8. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടും. അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ശരിക്കും നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കണം. അതാണ് യഥാർത്ഥ അറിവെന്ന് പറയുന്നത്. ഈശോയെക്കുറിച്ചുള്ള അറിവ് ശതാധിപൻ ആരാണെന്ന് അദ്ദേഹത്തിന് ഒരു സ്വയം ബോധ്യം കൊടുത്തു. എന്താണ്? അങ്ങ് ആരാണെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് നൽകും. ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബൈബിള് ഒരു വ്യക്തിക്ക് അവനെക്കുറിച്ച് തന്നെ, അവൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് ബൈബിള് നൽകുന്നത്. ഇതിനാണ് ബൈബിള് ആത്മജ്ഞാനമെന്ന് പറയുന്നത്. ഒറ്റ ലുക്കിൽ ആത്മജ്ഞാനം പ്രാപിച്ച ആളാണ് ശതാധിപൻ. ശതാധിപൻ ഒരു യഹൂദ പാരമ്പര്യമുള്ള ആളല്ല, പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് എന്താണെന്ന് ശതാധിപനെ അറിയാം. അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും ശതാധിപനെ അറിയാം. എൻ്റെ ഭൃത്യൻ. പിന്നെ പുള്ളിയെക്കുറിച്ച് പറയണം, ഞാൻ അധികാരത്തിന് വിധേയനാണ്, എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട് എങ്കിലും. അതാണ് സ്വയം അറിവെന്ന് പറയുന്നത്. ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ 10 തലമുറ ഭക്ഷിക്കാനുള്ള സ്വത്ത് കയ്യിലുണ്ടാകും, 2 ജന്മം ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ എല്ലാം
ദൈവത്തിരുസ്ഥിതിയിൽ അടിയറ വെക്കേണ്ടതാണ്. സദാവ് പറയും, ഞാൻ അധികാരത്തിന് വിധേയനാണ്, എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട്. പക്ഷെ വെൻ ഐ തിങ്ക് ഓഫ് യു, എനിക്ക് ഒരു വെറുമ അനുഭവപ്പെടുന്നുണ്ട്. അതാണ് സെൽഫ് കൺട്രീഷനിലേക്ക് പോണത്. അത് അനുതാപത്തിൻ്റെ ഒരു സ്വരം അതിൻ്റെ അകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുതാപത്തിൻ്റെ ഒരു സെഞ്ചൂറിയൻ വേർഷനാണത്. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും
അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ
പീലാത്തോസിൻ്റെ വീട്ടിൽ വച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ ആവേ
മൂന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ
ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയ്ക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ആവേ 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 മരിയ ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ മുഖവാരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാമാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ കൃപാസനത്തിൽ വന്ന സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് റിയ, എൻ്റെ ഹസ്ബൻഡ് ജിബി. ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഈ വർഷം അഖണ്ഡ ജപമാല റാലിക്ക് വേണ്ടി കാനഡയിൽ നിന്ന് വന്നതാണ്. ഒക്ടോബർ 19 അവിടുന്ന് ഫ്ലൈറ്റ് കയറിയത്. ഒക്ടോബർ 18 തലേദിവസം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ സെയിൻറ്റ് ജോസഫ് ചർച്ച് മോസ്റ്റോ കാനഡ, അവിടെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ജപമാല റാലി നടത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുണ്ട്. ഈ തവണ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അറിഞ്ഞു എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു എന്ന്. അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുമായിരുന്നു. ആ ഫ്യൂണറലിന് സംബന്ധിക്കാനും ഞങ്ങൾക്ക് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമുണ്ടായി. ഫ്യൂണറലിന് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ മരണവാർത്ത അറിഞ്ഞിട്ട് വന്നതാണെന്ന്. അല്ല, 7 മാസം മുമ്പ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റാണ്. എൻ്റെ ഇത് 4ാമത്തെ സാക്ഷിയാണ്. 2 തവണ ഗൂഗിൾ മീറ്റിൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഒരു തവണ 2 വർഷം മുമ്പ് 2023 ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. 2ാമത് ഉടമ്പടി പുതുക്കി. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുന്നു, അതിനുവേണ്ടി പൂർണ്ണമായും ആഗ്രഹിക്കുന്നു. എന്നും പ്രാർത്ഥിക്കുന്നത് ഒന്നേ ഉള്ളൂ, കൃപാസനം ഉടമ്പടിയിൽ പൂർണ്ണമായും ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ 2023 മുതലുള്ള 2 വർഷത്തെ സാക്ഷിയാണ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അതിക്ക് മുകളിലെല്ലാം പറഞ്ഞതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 2019 സെപ്റ്റംബർ 9 എൻ്റെ ഹസ്ബൻഡ് കാനഡയിലെത്തിയത്. അത് 7 വർഷം ട്രൈ ചെയ്തിട്ട് നടക്കാതിരുന്നത് വെറും 7 ദിവസം കൊണ്ടാണ് കൃപാസന മാതാവ് നടത്തി തന്നത്. ലാസ്റ്റ് ഫ്ലൈറ്റ്, ലാസ്റ്റ് ടിക്കറ്റിനാണ് എൻ്റെ ഹസ്ബൻഡിനെ കാനഡയിൽ എത്തിച്ചത്. അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ദിവസം 2019 സെപ്റ്റംബർ 9. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉടമ്പടി 3 മാസമാണ്. കറക്റ്റ് 3-ാം മാസം ഡിസംബർ 9 എൻ്റെ കാനഡ വിസ വന്നു. എൻ്റെ ഫസ്റ്റ് നിയോഗമായിരുന്നു അത്. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ പോയി. വിത്തിൻ 5 years എല്ലാവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയും PR കിട്ടിയെന്ന്. ഞങ്ങൾക്കിവിടെ സിറ്റിസൺഷിപ്പിൽ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. അത് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള കൃപാസനം മാതാവിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നതുകൊണ്ട് മാത്രം ലഭിച്ച കാര്യമാണ്. കാരണം ഞങ്ങളൊരു ഏജൻറ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ ഏജൻറ്റിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എക്സ്ട്രാ കാശ് ചിലവില്ല. ഞങ്ങൾക്ക് ഇതെങ്ങനെ പേപ്പർ വർക്ക് ചെയ്യുന്ന പോലും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഉടമ്പടിയിൽ പൂർണ്ണമായി ജീവിക്കുക, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക. സിറ്റിസൺഷിപ്പ് ഒക്ടോബർ 23 2024 കഴിഞ്ഞ വർഷം.
അതിനുശേഷം ഞങ്ങൾക്കിവിടെ കൃപാസനത്തിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഞങ്ങൾക്ക് OCA എന്ന് പറയുന്ന കാർഡ് കിട്ടണം. കൃപാസനത്തിലേക്കുള്ള വരവിന് മാത്രം ഭയങ്കര തടസ്സമാണ്. കഴിഞ്ഞ വർഷം ഞാൻ 3ാമത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത്. 4 ദിവസത്തേക്കാണ് സാക്ഷ്യം വന്ന് പറഞ്ഞിട്ട് പോയത്. കാരണം അത്രയേറെ സാക്ഷ്യങ്ങളുണ്ട്. അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ 4 ദിവസത്തേന് ബുക്ക് ചെയ്ത് വന്നത്. ഈ വർഷം OCA കിട്ടാൻ വേണ്ടി ഏകദേശം 7 തവണയോളം എൻ്റെ ഹസ്ബൻഡിന് റിജക്ഷൻ വന്നു. സർട്ടിഫിക്കറ്റ് അയക്കുക തിരിച്ചു വരിക, അയക്കുക തിരിച്ചു വരിക. എൻ്റെയും ഏകദേശം ഒരു 4 തവണ റിജക്ഷൻ വന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് കൃപാസനത്തിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, ബാക്കി മാതാവ് തലേ ദിവസം OCA തരും. അതുപോലെ തന്നെ മാതാവ് 1 മാസം മുമ്പ് മാതാവ് OCA തന്നു, ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്ന സെയിൻറ്റ് ജോസഫ് ചർച്ച് മൂസ്റ്റോ, അവിടെയാണ് ഞങ്ങൾ ഇടവക. ഞാൻ പറഞ്ഞു, അവിടെ ഏകദേശം 1200 ഇടവകക്കാരുണ്ട്. ലോകത്തിലെ എമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കനേഡിയൻ ചർച്ചാണത്. അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. ഞാൻ അൾത്താരയിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. ഏകദേശം വീക്കെൻഡ്സിലൊക്കെ 300 പേരോളം 350 പേരോളം കുർബാനയ്ക്ക് വരുന്നുണ്ട്. അത്രയും പുരാതനമായൊരു ഇടവക പള്ളിയാണ്. അവിടെ ശുശ്രൂഷ ചെയ്യാനും അവിടെ എല്ലാ ഫ്യൂണറൽ സർവീസിനൊക്കെ ആണെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. കാരണം അവിടെ പേയ്മെൻ്റ് ഉണ്ട്. ഞാൻ പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ നമുക്ക് കർത്താവാണ്, തമ്പുരാനാണ് ഏറ്റവും വലുത്, പേയ്മെൻ്റ് അല്ലല്ലോ. അത് കാരണം എന്നെ എല്ലാ സർവീസിനും വിളിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അവിടെ സൗണ്ട് സിസ്റ്റം, കൊയർ, അതുപോലെ തന്നെ പ്രൊജക്ഷൻ, റീഡിങ് എല്ലാ കാര്യങ്ങളിലും ഹസ്ബൻഡ് പങ്കെടുക്കാറുണ്ട്. വീക്കെൻഡ്സിൽ പള്ളി പൂട്ടി ഇറങ്ങുന്നതും അവിടുത്തെ ഒട്ടുമിക്ക വേലകൾ ചെയ്യുന്നതും ഞങ്ങളാണ്. അതിന് പാപികളായി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഇതൊക്കെ കുഞ്ഞുനാൾ മുതലേ ഉള്ള ഏറ്റവും ചെറിയ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന ആഗ്രഹങ്ങളാണ്. അത് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കൃത്യമായ ദിശയിലൂടെ നയിക്കും. ഇവിടെ ഫിസിക്കൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടല്ല ശരിക്കും ഇതിൻ്റെ അർത്ഥം. കൃപാസന ഉടമ്പടിയുടെ അത് നിത്യതയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതാണ്, അതിലേക്കുള്ള വഴിയാണ്. പിന്നെ ഞങ്ങൾ കൃപാസനത്തിൽ ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്ന രാവിലെ എഴുന്നേൽക്കും. 5 മണിയാകുമ്പോഴേക്ക് എഴുന്നേക്കും, ജപമാല ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഇതുപോലെ തന്നെ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന. പിന്നെ ഞങ്ങളിപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും 2 വണ്ടിയിലാണെങ്കിലും അവിടെ സ്പീക്കർ ഓൺ ചെയ്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ ഞങ്ങൾ വണ്ടി ഓടിക്കുകയുള്ളൂ. അതിൻ്റെ സംരക്ഷണം ഭയങ്കര വലുതാണ്. കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ സൈഡിലുള്ള വണ്ടി പോലും കാണത്തില്ല, പക്ഷേ മുട്ടാതെ പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു സൈക്കിൾ എൻ്റെ വണ്ടിക്ക് വട്ടം ചാടി, പക്ഷെ ഞാൻ അറിഞ്ഞില്ല ആരാ ബ്രേക്ക് പിടിച്ചതെന്ന്. അതുപോലെയുള്ള സംരക്ഷണമാണ് എനിക്ക് കൃപാസനത്തിൽ നിന്ന് കിട്ടിയത്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ്: ദൈവസ്വാതന്ത്ര്യം, ദൈവസമാധാനം, ദൈവസംരക്ഷണം. ഈ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ പോന്നപ്പം ഞങ്ങൾക്ക് വീട് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അത് കൃത്യം ഞാൻ ഡിസംബർ 25 കൃത്യം 10:40 റജേന എയർപോർട്ടിൽ മാതാവിനെ എത്തിച്ചത്. അതേ സെയിം ടൈമിൽ 2 വർഷങ്ങൾക്കിപ്പുറം 2019 ഡിസംബർ 25 10:40 റജേന എയർപോർട്ടിൽ എത്തിച്ചു. 2021 ഡിസംബർ 25 കൃത്യം 10:40 സെയിം ടൈമിലാണ് മാതാവ് സ്വന്തമായിട്ടൊരു ഭവനത്തിൻ്റെ കീ തന്നത്. ഏകദേശം 15 സെൻറ്റോളം സ്ഥലമുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട് ഞങ്ങൾ പോരാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിലുള്ള അമ്മച്ചി വീടിൻ്റെ അകത്തും, റൈറ്റ് സൈഡിലുള്ള അമ്മച്ചി വീടിൻ്റെ പുറവും ഫ്രണ്ടിലും ബാക്കിലും, അതുപോലെ തന്നെ തൊട്ടപ്പുറയുള്ളൊരു ഡേവിഡ് എന്ന് പറഞ്ഞ എല്ലാവരും കനേഡിയൻസാണ്. പുള്ളിയാണ് ഞങ്ങളുടെ വണ്ടികളും ഗ്രാജും എല്ലാം നോക്കുന്നത്. ഇതൊക്കെ മാതാവിൻ്റെ സംരക്ഷണമാണ്. നമ്മുടെ ഒരു കഴിവുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഫ്രണ്ടിലും ബാക്കിലുള്ള ഡോറുണ്ട്. 2 ഡോറും ക്രോസ് ചെയ്യണമെങ്കിൽ കൃപാസനം, തൈലം, വിശ്വാസ പ്രമാണം ചൊല്ലി പറ്റിയിട്ടേ ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. കാരണം അതിൻ്റെ സംരക്ഷണം ഈ 2019 സെപ്റ്റംബർ 9 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് തെളിവുകളുണ്ട്, ആര് ചോദിച്ചാലും. കാരണം PR ഒക്കെ കിട്ടിയത് എൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നവംബർ 24 എൻ്റെ വർക്ക് പെർമിറ്റ് തീരണു. അന്ന് രാവിലെ കൃത്യം 10 മണിക്ക് PR കയ്യിൽ. അപ്പം ഇതൊക്കെ സാക്ഷ്യം പറഞ്ഞതാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ 2 വർഷത്തിനിടയിൽ കൂടുതലും കിട്ടിയത് മറ്റുള്ളവർക്കുള്ള അനുഗ്രഹമായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് നമ്മൾ കരഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് സമയം എടുത്തായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്.
പക്ഷേ എനിക്കുള്ള അനുഗ്രഹം പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അപ്പം തന്നെ അവർക്ക് കിട്ടും. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ടിന് അത് വലിയൊരു കേസായിരുന്നു. കേസ് പോകേണ്ട കാര്യമായിരുന്നു, ഡീപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം വരെ എത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് തരാമോ സംസാരിക്കണം എന്ന് പറഞ്ഞ് വന്ന് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ കൃപാസനത്തിൻ്റെ വലിയ ഭക്തനാണ് ഞാൻ. ഒരു മാസമായിട്ട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇന്ന് 4 മണിക്ക് മുമ്പ് ഒരു റിപ്ലൈ തന്നിരിക്കണം, അവർ വിളിക്കണം. അതുപോലെ തന്നെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും അന്ന് തന്നെ ഒരു മാസം കിട്ടാതിരുന്ന റിപ്ലൈ വന്ന് പിറ്റേ ദിവസം മീറ്റിംഗ് വെച്ചു. ആ കേസൊക്കെ സോൾവായി. അത് ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് വന്നു, അല്ലെങ്കിൽ അത് ഡീപ്പോർട്ട് ചെയ്യേണ്ട കേസായിരുന്നു. അതെനിക്കിവിടെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, ആൾ വന്നിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ വെച്ച കാര്യമായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വീട്, അതും വാൻകോവറിൽ. അതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല നമുക്ക്. അതും എൻ്റെ ഉടമ്പടിയിൽ വെച്ചത്. അതെനിക്കിവിടെ പറയാൻ സാധിക്കില്ല, ബ്രദർ വന്നിട്ടില്ല. ഇതുപോലെ ഒരുപാട് പേർക്കുള്ള അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു വെക്കേഷന് പോയി ബാൻഫ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വളരെ ഇടുങ്ങിയ വഴികളാണ്, ഭയങ്കര തിരക്കുമാണ്, എല്ലായിടത്തും സിഗ്നലും ഉണ്ട്. അപ്പോൾ ഒരു സിഗ്നലിൻ്റെ അടുത്ത് എത്തുമ്പോൾ 4 കൂടി ഒരു കവലയായിരുന്നു. 4 ക്യാമറകളുണ്ടായിരുന്നു, സിഗ്നൽ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്, പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ റെഡ് ലൈനിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ഷോക്കായി. കാരണം പൈസ പോകുന്നത് മാത്രമല്ല, നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യും. മാതാവ് തന്ന ക്രെഡിറ്റ് സ്കോറാണ് എനിക്ക്, അതൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കണെയാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പാർക്കിങ്ങിലേക്ക് അവിടെ മാറ്റി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം ബാക്കിൽ വന്ന ആൾ വേറെ ഒരു രാജ്യക്കാരനാണ്, വിയറ്റ്നാമിയോ അങ്ങനെ എന്തോ ആയിരുന്നു, വിയറ്റ്നാമീസ്. അപ്പോൾ പുള്ളി വണ്ടി നിർത്തി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാണ്, നിങ്ങൾ ഇനി വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം, നിങ്ങൾ റെഡ് ലൈനിലാണ് ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ക്യാമറ ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവ് 2 സെക്കൻഡ് നേരത്തേക്ക് ആ 4 ക്യാമറയൊന്ന് ഓഫാക്കിയേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ ഇത് സംഭവിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അത് ഒന്നും ഞങ്ങൾക്ക് ഫൈൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ പോലീസ് വണ്ടിയുടെ ബാക്കിലുണ്ടെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും. പിന്നെ അവർ ഏത് വഴി പോകുന്നു നമുക്കറിയത്തില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അനുഗ്രഹം ഭയങ്കരം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിൻ്റെ സംരക്ഷണവും സമാധാനവും. പിന്നെ ഞങ്ങളിപ്പോൾ രാവിലെ എനിക്ക് അച്ഛൻ ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്, ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. അതുപോലെ തന്നെ എനിക്ക് കുർബാന ഞാൻ ഒരിക്കലും മുടക്കത്തില്ല, എന്നും പള്ളിയിൽ പോകും. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ അത് പല സമയത്താണ്. ഞങ്ങളുടെ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച കുർബാനയില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും കുർബാനയുണ്ട്. അത് പല സമയങ്ങളിലുമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഫുൾ ടൈം ജോബില്ലാതെ നമുക്കവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കുർബാന മുടങ്ങാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജോബെല്ലാം ക്വിറ്റ് ചെയ്യും, ഗവൺമെൻറ് ജോബാണെങ്കിൽ പോലും. പക്ഷേ നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആയിരിക്കും. എനിക്ക് അങ്ങനെ ക്വിറ്റ് ചെയ്തപ്പം ഇവിടത്തെ പോലെയല്ല, അവിടെ കാഷ്വൽ ജോബായി മാറും അത്. അങ്ങനെ എനിക്ക് 5 ജോബായി. 5 എന്ന് പറഞ്ഞാൽ 3 ഗവൺമെൻറ് സ്ഥാപനത്തിൽ, സസ്കച്ചൻ ഹെൽത്ത് അതോറിറ്റിയിൽ, 1 സെമി ഗവൺമെൻറ്, 1 പ്രൈവറ്റ്, ഇങ്ങനെ 5 സ്ഥാപനങ്ങളിൽ. പിന്നെ ഇപ്പം ഞാൻ ഫുൾ ടൈം പള്ളിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ 2 സ്ഥലത്തേ പോകുന്നുള്ളൂ, ഒന്ന് പ്രൈവറ്റും ഒന്ന് ഗവൺമെൻറ്റും. ഇത് എൻ്റെ യാതൊരു യോഗ്യതയോ മെറിറ്റും ഇല്ല. ഇത് ഓരോ ഇൻ്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേൾക്കും, അച്ഛൻ എന്താ പറയുന്നതെന്ന് കേൾക്കും. പിന്നെ ഓരോ സാക്ഷ്യങ്ങളിൽ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. ഈ ലാസ്റ്റ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് 3 ദിവസം എനിക്ക് ജോലിക്ക് പോയാൽ മതി, 4 ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും ഫുൾ ടൈം ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ, അതായത് പള്ളിയിൽ വേല ചെയ്യാനും ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുമുള്ള സമയം. അതൊരു കാനഡയിൽ അത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ പലരും വിശ്വസിക്കുക പോലുമില്ല. പക്ഷേ ഇത് വാസ്തവമാണ്. എനിക്ക് 3 ദിവസം ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ, അത് ഫുൾ ടൈമാണ്, 12.5 hour. ഈ ജോലിയിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഡെയിലി ബ്രെഡ് ഇവിടെ 5:30 എന്ന് പറയുന്ന അവിടെ കറക്റ്റ് വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ 6 മണിക്ക് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന തുടങ്ങും. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായന കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഡ്യൂട്ടിക്ക് പോയിട്ട് പിറ്റേ ദിവസം ഞാനവിടെ ഞാൻ ഒരു നേഴ്സുള്ളൂ, എനിക്ക് 7 കെയർ സ്റ്റാഫുണ്ട്. ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇൻചാർജ് ആയിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ സമയത്തിന് ദൈവം ബ്രേക്ക് എടുക്കാനുള്ള അവസരമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം 2 ബ്രേക്ക് എടുക്കും. ആദ്യത്തെ ബ്രേക്കിന് ഞാൻ ഉറങ്ങും, 2ാമത്തെ ബ്രേക്കിന് അതായത് 4:45-5 o'clock എൻ്റെ ബ്രേക്ക് എടുക്കും. ഞാൻ ചാപ്പലിൽ പോയിരുന്ന് ജപമാല ചൊല്ലി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങൾ വീഡിയോ കോളിലാണ് രാവിലത്തെ പ്രഭാത പ്രാർത്ഥന.
അത് ശരിക്കും എൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിക്ക് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും ഞായറാഴ്ച ജോലി ചെയ്യത്തില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. അഥവാ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ആ കാശ് എടുക്കാറില്ല. എനിക്കങ്ങനെ 2 തവണ കാനഡയിൽ ആളില്ലാത്തതുകൊണ്ട് ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷേ നമ്മൾ ആ കാശ് ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ ജോലി ചെയ്യത്തില്ല. പിന്നെ എനിക്ക് സന്ധ്യാപ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് മുടങ്ങാൻ പാടില്ല. പിന്നെ എല്ലാ കുർബാനയ്ക്കും എനിക്ക് അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഇങ്ങനെയൊരു ഡിമാൻഡ് വെച്ചിട്ട് ജോലി തരാൻ ദൈവത്തിന് സാധിക്കും കൃപാസന മാതാവിലൂടെ. നിങ്ങൾ ഉടമ്പടി എടുക്കൂ, നിങ്ങൾക്കും കിട്ടും. അതുപോലെ തന്നെ അതൊരു വലിയൊരു കുടുംബ സമാധാനമാണ്. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ബൈബിൾ വായിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് മലയാളികളൊന്നുമല്ല, പല രാജ്യക്കാരാണ്, ആഫ്രിക്കൻസ്, ഫിലിപ്പിനോസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ അവർ കേൾക്കും. എൻ്റെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ദൈവാനുഗ്രഹങ്ങളും ദൈവത്തെ എപ്പോഴും പുകഴ്ത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ചിന്തിക്കും, ഇന്ന് എന്താ ചെയ്യേണ്ടത് പുതിയതായിട്ട്. അപ്പം ഓരോ ദിവസം എൻ്റെ ഉടമ്പടി പുതുക്കാൻ ശ്രമിക്കും. മഹാപാപിയാണ് ഞാൻ. അപ്പം എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഉടമ്പടി എങ്ങനെ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാമെന്ന് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ റിപ്പോർട്ട് വായിച്ച് കഴിഞ്ഞിട്ട് രാവിലെ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാവരും കൂടെ ചെന്നൊരു ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. അപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും കേൾക്കും. അങ്ങനെ അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കാൻ ഞാൻ പോകുമ്പോൾ അവിടെ കെയർ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൈ പൊക്കിയിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ് ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു സ്വർഗീയ അനുഭവമാണ് ജോബ് പ്ലേസിൽ അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഏറ്റവും വലിയ ആനന്ദം. പിന്നെ സംരക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ഉടമ്പടി ധ്യാനം കേൾക്കുക. അതിനകത്ത് അച്ഛൻ കൃത്യമായ മറുപടി പറയും. അത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. 2-3 എണ്ണം പറയാം. ഞാൻ ബാങ്കിൽ ലോണിന് വേണ്ടി, വീടിൻ്റെ ലോണിന് വേണ്ടി ക്യൂ നിൽക്കുമ്പം 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഏകദേശം ഞാൻ ഇത്ര നേരത്തെ ചെന്നു, 2:45 ആയി. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ അന്ന് കൊറോണയുടെ സമയമാണ്. അപ്പോൾ ഞാൻ പുറത്ത് ക്യൂ നിന്നപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു ഒരു ഉടമ്പടി ധ്യാനം ഓൺ ചെയ്തപ്പോൾ അച്ഛൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ബാങ്കിൻ്റെ മുമ്പിൽ ലോണിന് വേണ്ടി ക്യൂ നിൽക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേ അച്ഛൻ പറ. അപ്പോൾ അച്ഛൻ പറയുന്നത് തമ്പുരാൻ കൈവിട്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എന്താവും. പിന്നെ എൻ്റെ ടേണെത്തി ഞാൻ ആളെ കണ്ടു, അപ്പോയിൻമെൻ്റ് എടുത്ത ആളെ കണ്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞ എൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ ഓൺ ചെയ്തപ്പോൾ അത് ഏത് ദിവസത്തെ ധ്യാനമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ആ ബാങ്കിൽ നിന്ന് എനിക്ക് അന്ന് തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ ബാങ്കിൽ നിന്നല്ല എനിക്ക് ലോൺ കിട്ടിയത്. അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക രാത്രി. അപ്പോൾ ഉടമ്പടി ധ്യാനം ഓൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം മീൻ വറുത്തിട്ടുണ്ട്, മോരുണ്ട്. അപ്പോൾ ഞങ്ങൾ മോരും കൂട്ടി ചോറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഈ മീനിന് നല്ല മുള്ളുണ്ട് കേട്ടോ, സൂക്ഷിച്ച് കഴിക്കണം എന്ന് പറഞ്ഞ് അപ്പം തന്നെ അച്ഛൻ പറയുന്നത്, നിങ്ങൾ ചോറിൻ്റെ കൂടെ മോരൊഴിച്ച മീൻ കൂട്ടി കഴിക്കണമെങ്കിൽ നിങ്ങൾ മുള്ള് മാറ്റിയിട്ടല്ലേ കഴിക്കണേന്ന്. ഇത് ഏത് ദിവസത്തെയാണെന്ന് അറിയത്തില്ല, പക്ഷെ കേട്ടവരുണ്ടാകും. ഇതൊക്കെ തെളിവാണ്, ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് 12.5 hours ആയതുകൊണ്ട് 3 ദിവസം എനിക്ക് ജോലിക്ക് പോയാൽ മതി. അത് ഫുൾ ടൈം ആയതുകൊണ്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്തതാണ്. അപ്ലൈ ചെയ്ത് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് പാർക്കിംഗ് ലോട്ടിൽ ഇരുന്നപ്പം ഞാനിങ്ങനെ ഓർത്തു, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാം, അച്ഛൻ എന്താ പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന ഇതാണ്, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ പൊങ്ങച്ചൻ പറയാൻ വേണ്ടിയിട്ടോ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കരുത്. നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ കൃത്യമായ ആവശ്യം എന്താണെന്ന് ദൈവത്തോട് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടെ കുറച്ച് നേരം കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതുപോലെ തന്നെ ജോലിക്ക് കയറി ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ജോലി തരുക ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കരുത് അവിടെ നല്ല ജോലി കിട്ടാൻ എളുപ്പമുള്ള സ്ഥലമാണ്. ഭയങ്കര പാടാണ്. 1 വർഷമായിട്ടും ജോലി കിട്ടാൻ പാടുള്ളവരുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്നും പള്ളിയിലേക്ക് വാ, അവിടെ എടുത്ത് വെച്ചേക്കുക. PR, ജോലി, സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ അല്ലേ അൾത്താരയിൽ എടുത്ത് വെച്ചേക്കുക, നിങ്ങളൊന്ന് വന്നാൽ മതി. അതുപോലെ തന്നെ ഇവിടെയുള്ള അമ്മമാരോട് എനിക്ക് പറയാനുണ്ട്, പലരും ഉടമ്പടി എടുത്ത് പോയവരാണ്, അവരുടെ മക്കൾ നിങ്ങളുടെ ഉടമ്പടിയിൽ കാനഡയിലൊക്കെ എത്തി. പക്ഷേ ഞാൻ കാണുന്ന കുറേ കുട്ടികളൊന്നും പള്ളിയിൽ വരാറേ ഇല്ല. അപ്പം ഞാൻ പറയും, മോളുടെ അമ്മയുടെ ഉടമ്പടിയിലാട്ടോ ഇവിടെ എത്തിയേക്കണേ എന്ന് പറയും. അങ്ങനെ ഞാൻ ആരെ കണ്ടാലും എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ പള്ളിയിൽ വാ, പ്രാർത്ഥിക്ക്, കൃപാസനത്തെക്കുറിച്ച് പറയും, അതുപോലെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴാണ് മിക്കവാറും ഞങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പം വണ്ടി സൈഡിൽ ഒതുക്കി അപ്പോൾ കരയുമായിരിക്കും. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും, കരഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒതുക്കി സാക്ഷ്യം ഷെയർ ചെയ്തിട്ടാണ് തുടർന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നമുക്ക് കുടുംബ സമാധാനമാണ്
കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ഞാനൊരു MSc നഴ്സാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻറ്റേൺഷിപ്പിൽ 2000 രൂപയായിരുന്നു അന്ന് കിട്ടിയത്, 2008. അന്ന് അതിൻ്റെ 200 രൂപ അന്ന് മുതൽ കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ദൈവത്തിൻ്റെ കൃപ, ദൈവം തന്നത് ഏകദേശം 60,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ അറിയാത്തവരുടെ കൈകളിലേക്കാണ് പോകുന്നത്. പിന്നെ ആരുടെ കയ്യിലാണ് ആര് വന്ന് ചോദിച്ചാലും എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ തവണ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഞങ്ങളുടെ പേരൻസിന് ഞങ്ങൾ അക്കൗണ്ടിൽ അയക്കാറുണ്ട്, പക്ഷേ അത് കൈ കൊടുക്കുന്നത് അതൊരു വേറൊരു സുഖമല്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു നിശ്ചിത തുക ഞങ്ങൾ 2 പപ്പമാർക്കും മമ്മിമാർക്കും അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ വീട്ടിൽ ചെന്നപ്പം ഞാൻ എൻ്റെ പപ്പയ്ക്ക് കൊടുത്തു. അപ്പം പപ്പ വാങ്ങിച്ചില്ല. അപ്പം പപ്പയ്ക്ക് അറിയാം എൻ്റെ അവസ്ഥ, നമ്മുടെ കൊടുക്കുന്നവരുടെ കയ്യിൽ അങ്ങനെ കൈ കാണത്തില്ലല്ലോ. പക്ഷേ ആവശ്യം മുഴുവൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറക്കി തരും. പക്ഷേ അപ്പോൾ പപ്പ പറഞ്ഞു എനിക്ക് വേണ്ടടി എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, നീ വെച്ചോ, എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പപ്പ ഈ സാധനമൊക്കെ കൊടുത്താലാണ് ഇത് വർദ്ധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 200 രൂപ കൊടുത്തു തുടങ്ങിയതാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം. പിന്നെ ഒരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോടാണ് എൻ്റെ ഡിമാൻഡ് പറയാറ്. ഞാൻ പണ്ട് കോളേജിൽ പഠിപ്പിക്കാൻ നേരത്ത് അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, എനിക്ക് നീ 35,000 തരുവാണെങ്കിൽ ഒരു 3,500 ദശാംശം കൊടുക്കാമല്ലോ എന്ന്. അന്ന് എൻ്റെ മുമ്പിലിരുന്ന പ്രിൻസിപ്പൽ അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ 30 എന്നാണ് പറഞ്ഞോളൂ. പക്ഷെ അച്ഛൻ അകത്ത് പോയി എഴുതി തന്ന എമൗണ്ട് 35 അപ്പോൾ അതുപോലെ ഫസ്റ്റ് ദൈവത്തോട് നമ്മൾ ഡിമാൻഡ് പറയുക. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതായത് ഇതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് ദൈവത്തോട് ആദ്യം ഒന്ന് ബോധിപ്പിച്ചാൽ തമ്പുരാൻ അത് തരും. പത്രമൊക്കെ കൊടുക്കുന്ന ഇപ്പം എൻ്റെ കയ്യിൽ പത്രം കിട്ടുന്നില്ല. അതിൻ്റെ ഒരു കുറവ് ഇപ്പോഴും ഉണ്ട്. കാരണം അത് ഞാൻ ഓൺലൈനിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഓൺലൈനിൽ വരുത്താനുള്ള സാഹചര്യമുണ്ട്. അല്ലാതെ എൻ്റെ കയ്യിൽ പത്രം കിട്ടിയാൽ അത് ഇരിക്കത്തില്ല. ഞാൻ ഹിന്ദിക്കാർക്കൊക്കെ ഞാൻ ഭോപ്പാലിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കോളേജിൽ MSc നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ ഞാൻ താള് കീറി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ കൂടും. എൻ്റെ പള്ളിയിലാണെങ്കിലും ഈ ബോയ്സൊക്കെ പിള്ളേരൊക്കെ വന്ന് അങ്ങനെ സാക്ഷ്യം 4 ആൾ കൂടുന്നോർത്ത് എന്തായാലും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. അപ്പോൾ പറഞ്ഞപ്പം ഒരു ദിവസം എൻ്റെ കയ്യിൽ ബാക്കി ഒരു പത്രമുണ്ട്. അതൊരു വണ്ടി തരുന്നു ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പത്രമാണ്. അപ്പോൾ ഒരു കൊച്ചു കൈ നീട്ടിയപ്പോൾ എനിക്ക് കൊടുക്കാൻ പോലും പറ്റിയില്ല. അതുപോലെ കാരണം താളായിട്ടും കീറിയ പത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് പോയപ്പം കൃപാസന പത്രം മലയാളം കൊണ്ടായിരുന്നു. അപ്പോൾ അവിടെ മലയാളികൾക്ക് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ബാക്കിയിരിക്കുക. അപ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരണം. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ചാൻസ് ആണല്ലോ. അപ്പോൾ കൃപാസന പത്രമായിട്ട് അവിടെ പോയി ആ വാതിൽക്ക് ഡോറിൻ്റെ അവിടെ നിന്നപ്പം അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കയ്യിൽ കുറേ കൃപാസന പത്രമൊക്കെ ഉണ്ട്, ഇതിപ്പോൾ ഇവിടെ കൊടുക്കാമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു അത് ഇവിടെ എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചു ഇത് മൊത്തം കൊടുത്തു തീർത്തിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്ന്. അതുപോലെ തന്നെ കൈ ബാക്കി കെട്ടിയവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് നിർത്തി കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ വരുമ്പോൾ നെടുമ്പാശ്ശേരിയിലൊക്കെ എത്തുമ്പോൾ എനിക്കറിയാം കുറേ പേര് ഇത് കൃപാസനത്തിന് എതിരാണ്. അപ്പോൾ ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തേക്കുന്ന ആൾ ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി നോക്കിക്കും നിങ്ങളെ എങ്ങോട്ടാന്ന്. അപ്പം ഞാൻ എടുത്ത വഴിക്ക് ഞാൻ കൃപാസനത്തേക്ക് കാനഡയിൽ നിന്ന് വരുന്ന കൃപാസനത്തിലേക്ക് കൃപാസന മാതാവിന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഈ തൊട്ടടുത്തേക്കുന്ന ആളോട് സ്വല്പം ചെറിയ സ്വരത്തിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ഒരു 100 മീറ്റർ ദൂരമുള്ള ഒരാളോട് കേൾക്കത്തക്ക രീതിയിൽ ഉറക്കിയേ പറയത്തുള്ളൂ. അപ്പം ആരെങ്കിലും കേൾക്കുമല്ലോ. കാരണം എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ. ഞങ്ങൾക്ക് കിട്ടിയ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ദൈവസ്വാതന്ത്ര്യം, ദൈവസമാധാനം, ദൈവസംരക്ഷണവും. കൃപാസന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. താങ്ക്സ് ടു ഗോഡ് ആൻഡ് മാതാവ്. താങ്ക്സ്. സങ്കീർത്തനം 147:11 തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. യേശുവിൽ പ്രിയമുള്ളവരെ, റിയ കോതമംഗലത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഉടമ്പടി ജീവിതത്തിൽ അമ്മയെ കൃപാസനാൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി മാറുകയാണ്. ഒരിക്കലും സാധിക്കില്ല എന്ന് നിരാശപ്പെട്ട് 7 വർഷക്കാലം കാത്തിരുന്നപ്പോൾ ഉടമ്പടി ജീവിതം നല്ലതായി വന്നു. ദൈവസന്നിധിയിൽ അമ്മ അത് തൻ്റെ പുത്രനോട് പറഞ്ഞപ്പോൾ 7 മണിക്കൂർ കൊണ്ട് കാനഡയിലെത്തുവാൻ സാധിച്ചു. ഇതാണ് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന വൻ കൃപകൾ. അമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരെ
അമ്മ ഒരിക്കലും തള്ളിക്കളയുകയില്ലെന്ന് ഈ മക്കൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടി ജീവിതത്തിൽ കറ കൂടാതെ കാരുണ്യ പ്രവൃത്തിയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും ദിവ്യബലിയിലുള്ള സാന്നിധ്യവും സാമീപ്യവും, ജപമാലയിലുള്ള ഭക്തിയും, അമ്മയെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിലുള്ള തീഷ്ണതയും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലുള്ള കരുതലും, യൂട്യൂബിലുള്ള ആരാധനയിലുള്ള ഒരുക്കവും അതിൻ്റെ സാന്നിധ്യവുമാണ് ഈ മോളെ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വരുത്തിയത് 4 തവണ. ഉടമ്പടി ജീവിതത്തിൽ മനോഹരമായി പരിശുദ്ധ അമ്മ നിങ്ങളെ ശക്തനായവനെന്ന് വൻ കാര്യം ചെയ്ത് നിങ്ങളെ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളെ ദൈവം മനുഷ്യരുടെ മുൻപിൽ മഹത്വപ്പെടുത്തുവാൻ ഈ അൾത്താരയിൽ കൊണ്ടുവന്നു. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും.